എനിക്ക് പുളിമാങ്ങ പിണ്ണാക്കൊക്കെ കൂട്ടിയ വെള്ളമാണേ. നേരം വെളുത്താൽ എന്തെല്ലാം പണികളാണ് ചെയ്യാനുള്ളത്. നമ്മൾ നട്ട ഫലവൃക്ഷ തൈകളൊക്കെ, എല്ലാ ഫലവൃക്ഷ തൈകളും വാഴക്കൊല അത് അപ്പുറത്തെ പറമ്പിലോട്ടാണ് സ്നേഹത്തോടെ പോയേക്കുന്നത്. അവനെ ഞാൻ പിടിച്ചിങ്ങോട്ട് കെട്ടണം. പിന്നെ മാങ്ങ, മൂവാണ്ടൻ മാങ്ങാപ്പഴം കണ്ടാ നിൽക്കുന്നു, പഴുത്തിട്ടില്ല. പിന്നെ ഇതാ കിണറിൻ്റെ ചുറ്റും കിഴക്ക് ഭാഗത്തൊരു പേര നല്ലതാന്ന്, വീടിൻ്റെ കിഴക്ക് ഭാഗത്തൊരു പേര നല്ലതാന്ന് പറയുന്നില്ല. ഇതുണ്ടോ പേരയ്ക്ക, ഹൈ നിറച്ചും പേരയ്ക്കയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒറ്റ തെങ്ങാണുള്ളത്, അതിൽ നിന്നാണ് അരയ്ക്കുന്നതും ആട്ടുന്നതും ഒക്കെ. പാവം തെങ്ങ്. ഇപ്പോൾ 2 കൊല വിളഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം അടിയിൽ കിടന്ന് അടക്കാൻ. തെങ്ങ് പറിക്കാൻ വരുന്നവർ ഓരോരോ കൊല അവിടെ വെച്ചിട്ട് പോവും. മൂക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് അടുത്ത പേര, റെഡ് പേര. നോക്ക് എത്ര പേരൊക്കെയാ, നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട്. അത് 1 2 ഒന്നുമല്ല, നിറച്ചുമുണ്ട് റെഡ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പേരയ്ക്കയാണ്. പിന്നെ ഇത് ആദ്യം കായ്ച്ച പേരയ്ക്ക, അതാ ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് അബിയു ആണ്, അബിയു ആപ്പിൾ പോലത്തെ, അത് കായ്ച്ചിട്ടില്ല. പിന്നെ നമ്മുടെ റോബസ്റ്റയൊക്കെ കായ്ക്കണം. ഇത് വലിയ വില കൊടുത്ത് കൊണ്ടുവച്ച പ്ലാവാ. അത് നമ്മുടെ കിങ്ങിണിയും മകനും കൂടെ തിന്ന് ഒരു പരുവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കായ്ച്ചോളും. കോവൽ നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് കോവയ്ക്ക. നാളെ കോവയ്ക്ക തോരൻ വെക്കാം. ഇത് കണ്ടോ കോവയ്ക്ക കിടക്കുന്നത്, മൂത്ത് പോയാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് ഇന്ന് പറിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നാളെ ആട്ടെ. കുറച്ചും കൂടെ മൂക്കാനുണ്ട്. പുളി കായ്ച്ചാൽ നമുക്ക് വീട്ടിലേക്ക് പുളിയാവും. 2ാമത്തെ തെങ്ങാണിത്. ഇതും കൂടെ ഒന്ന് കായ്ച്ച് വന്നാലാണ് കോവക്ക പറിക്കാൻ. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറിക്കാം. ഇന്നിനിയിപ്പം പറിക്കണം, നോക്കട്ടെ. ഇന്ന് പറിച്ചാൽ തോരനാക്കാം. ഇന്ന് വേണ്ട, ഓക്കെ. ഇതൊക്കെയാണ് കൃഷി. പിന്നെ ഈ ഇല്ലി നട്ടുകൊണ്ടാണ് നമ്മുടെ മഹി ആട്ടുംകുട്ടീനെ ഇതിൽ കെട്ടാൻ പറ്റുന്നത്. അവൻ്റെ ശക്തിക്ക് നിൽക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇതിൻ്റെ പൊക്കത്ത് കയറും. അപ്പോൾ അവൻ്റെ തള്ള കിങ്ങിണി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് ഇവനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവനെ മുറിക്കാൻ കൊടുത്തു. എനിക്കും ചിലപ്പോൾ ഇവൻ്റെ കളി കാണുമ്പം തോന്നും മതി ഇവനെ ഒഴിവാക്കാമെന്ന്. പക്ഷെ അവനാണ്, അവൻ്റെ അമ്മേനെ ഒന്ന് കാണാണ്ടിരുന്ന അവൻ ബോംബ് പൊട്ടുന്ന പോലെ ഒച്ചക്കരയും. എന്താ മാതൃസ്നേഹം അവനെന്നാ. അവനൊറ്റ ചിന്തയേ ഉള്ളൂ, പാലുകുടി. മേയാൻ പോയേക്കുവാ കശി. ഇതാണ് കശുമാവ്. ഇഷ്ടം പോലെ കശുമാങ്ങ പഴം കിട്ടും. കിങ്ങിണിക്കൊക്കെ തിന്നാനായി. അതുകൊണ്ട് അണ്ണാരക്കണ്ണൻ ഓടുന്ന ഓട്ടം കണ്ടോ നോക്കിയേ. അണ്ണാരക്കണ്ണന് കിങ്ങിണി വരുമ്പോൾ അതാ കിങ്ങിണിക്ക് തിന്നാനുള്ള കശുമാവും പഴവും നോക്കി അണ്ണാരക്കണ്ണൻ ഓടുന്ന ഓട്ടം. ഈ താറാവും കോഴിയും ഉള്ളതുകൊണ്ട് ഒന്നും താഴെ വെക്കാൻ പറ്റിയില്ല. എല്ലാവരും ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.